Hello friends, welcome to channel 𝙑𝙞𝙙𝙯 channel. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്യാമറ ബാഗ് ആണ്. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. മോബിയസിന്റെ നമ്മൾ ഇതിനു മുമ്പ് മോബിയസിന്റെ ഒരു ക്യാമറ ബാക്ക് പാക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്ലിംഗ് ബാഗ് ആണ്. സ്ലിംഗ് ബാഗ് എന്ന് പറയുന്നത് നമുക്ക് ഷോൾഡർ ബാഗ് എന്നൊക്കെ പറയില്ല. അതിന് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇത് മോബിയസിന്റെ ഹൈജാക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് DSLR സ്ലിംഗ് ബാഗ് ആണ്. നമുക്ക് ഒരു DSLR വിത്ത് ഒരു ലെൻസും അതുപോലെ നമുക്ക് എക്സ്ട്രാ ഒരു ലെൻസും വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് അക്സസറീസും കൂടിയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പടം കാണുന്നതിനായിരിക്കും. ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. അതിന് നമുക്ക് എന്താ പ്രത്യേകത വെച്ചാൽ മോബിയസ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രീമിയം ഒരു ക്യാമറ ബാഗ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഉണ്ടാകുക. അപ്പോൾ ഇവരുടെ നല്ല ക്വാളിറ്റി ബാഗാണ്. നല്ല പ്രൊട്ടക്ഷൻ വരുന്നു, നല്ല കുഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാക്ക് പാക്ക് മൊബൈൽസിൻ്റെ ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കുറച്ച് കാലം മുമ്പേ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു പോയി കണ്ടു നോക്കിക്കോളാം. ഒരു ബാക്ക് പാക്ക് ഈ റേഞ്ചിൽ നമുക്കിത് 2500 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഹയർ മോഡലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽഡ് റെയിൻ കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര ബിൽ ക്വാളിറ്റി നിലത്തിട്ട് ഇങ്ങനെ വിട്ടാലും ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് ഒരു കുഷനിങ്ങും അതുപോലെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ സൈഡും കാര്യങ്ങളൊക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബാഗും. അപ്പോൾ അതേ ബ്രാൻഡാണ്. ഇതിന് 1825 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആമസോണിൽ പ്രൈസ് വരുന്നത്. ഒരൊറ്റ കളറുള്ളൂ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ അത്യാവശ്യം നല്ല കോമ്പാക്റ്റും ആണ്. നമ്മൾ വേറെ കുറേ ബാഗ്സൊക്കെ നോക്കി, പക്ഷേ ഈ മൊബൈൽസിന് ഓൾറെഡി എനിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ ഫാബ്രിക് ഭയങ്കര ടഫാണ്. പിന്നെ താഴെ നമുക്ക് കുറച്ചും കൂടി എന്തൊരു മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി. ഇവരുടെ അടിയിലത്തെ മെറ്റീരിയൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. വെച്ചാൽ എന്താ പറയുക, ഈ വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള ഇണ്ടിരിക്കാനുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് പ്രൊട്ടക്ഷൻ കൂടാനുള്ളതും. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2595 രൂപയാണ് MRP വർത്തിക്കുന്നത്. പക്ഷേ നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത് 1800 ആ റേഞ്ചിലൊക്കെയാണ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യമൊക്കെ ആയിട്ട് പോയിട്ട് വാങ്ങിക്കാട്ടോ. നമുക്കിതിൽ മിറർലെസ് ആണെങ്കിലും ഉപയോഗിക്കാം, DSLR ആണെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നത് പക്ഷേ സൂം ലെൻസ്, ടെലിസ്കോപ്പിക് ലെൻസൊന്നും വലിയ ലെൻസൊന്നും പറ്റില്ലെന്നല്ല, കറക്റ്റ് കൊള്ളും, കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഈ ഹൈറ്റ് വരുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ നോക്കിക്കഴിഞ്ഞാൽ 8x5x8 വരുന്നുണ്ട് ഇഞ്ചസിൽ. എക്സ്റ്റേണൽ നോക്കിക്കഴിഞ്ഞാൽ 9x6x9 വരുന്നുണ്ട് ഹൈറ്റിൽ ഇഞ്ചസിലാകുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ല പാരൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം വീണാൽ തന്നെ ക്യാമറയ്ക്കൊന്നും വരില്ല, അത്രയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽസ് തന്നെ നമ്മുടെ സ്ലിംഗ് ബാഗിന് തന്നെ നമുക്ക് എന്തായാലും പരിചയപ്പെടാൻ നമ്മൾ കൊണ്ടുവന്നു. എന്തായാലും വെച്ചാൽ അത്രയ്ക്കും ക്വാളിറ്റി വരുന്നുണ്ട് ഇവരുടെ അത്യാവശ്യം. പിന്നെ അത്ര നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വാൻഗാർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ എന്താ പറയുക ജയരാജേട്ടൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. ആൾ ഉപയോഗിക്കുന്നതും മൊബൈൽസിൻ്റെ ബാഗ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വലിയ യൂട്യൂബേഴ്സും അതുപോലെ വലിയ ക്യാമറ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. നിങ്ങൾ മൊബൈൽസിനെ അടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ക്യാമറ ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം. ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു ആമസോണിൽ സ്റ്റോർ തുടങ്ങിയതാണ്. നമ്മുടെ ആമസോണിൻ്റെ ഇൻഫ്ലുവൻസ് സ്റ്റോർ എന്ന് പറയും. അതൊക്കെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറിയിലത്തെ ഒരു ഹോം പേജ് പോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിങ് ഭയങ്കര എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തൊരു കാര്യം കഴിഞ്ഞ് വേഗം പോകാം. എന്ന് വെച്ചാൽ നമുക്ക് സെർച്ചിങ് കാര്യം ഇപ്പോൾ നല്ല റിവ്യൂസ് നോക്കിയുള്ള സെർച്ചിങ് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെല്ലാത്തിൻ്റെയും ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാത്തിനും നമ്മൾ ഒരു ടോപ്പ് 5 കാറ്റഗറി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് വേഗം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം പോകാം. അതും ആമസോണിൻ്റെ ഡയറക്റ്റ് ഷോപ്പ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിന് പേടിയൊന്നും വേണ്ട, സേഫ് സാധനങ്ങൾ തന്നെയാണ്. ഡയറക്റ്റ് ആമസോണിൻ്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയി ഞാൻ എന്തായാലും ഇത് അടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ക്യാമറ എന്തായാലും നമുക്ക് വെച്ചിട്ട് കാണിക്കാൻ പറ്റും. ക്യാമറ ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അതിൻ്റെ സ്പേസ് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടാൽ മനസ്സിലാവും. ക്യാമറ അല്ല, ഞാൻ എന്തായാലും ഒരു മൊബൈൽ വെച്ച് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മൊബൈലിൻ്റെ ഒരു ഈ ലെങ്ത്ത് വരില്ലോ, ഈ ഡീപ്പ് കറക്റ്റ് ആ സൈസ് തന്നെ ആയിരിക്കും. മിറർലെസ് ആണെങ്കിൽ ഒന്നും കൂടിയും കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ DSLRൻ്റെ ഒരു കിറ്റ് ലെൻസ് ഞാൻ ഇപ്പോൾ 200D Mark IIൻ്റെ വിത്ത് കിറ്റ് ലെൻസ് 1855ൻ്റെ ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കൊള്ളും. എക്സ്ട്രാ എൻ്റെ ഒരു M50 50mm ലെൻസും ഉണ്ട്, അതും കൊള്ളും. പിന്നെ എനിക്ക് വേറെ ആണെങ്കിൽ എക്സ്ട്രാ സാധനങ്ങളും വയ്ക്കാം. ഞാൻ അത്യാവശ്യം അക്സസറീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. നമുക്കൊരു ക്ലോത്ത് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സ്ലിംഗ് ബാഗിന് ശരിക്കും അത്യാവശ്യം നല്ലൊരു ഫാനാണ്. എന്താ വെച്ചാൽ
നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ബാക്ക് പാക്കൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നല്ല വലിയൊരു വെക്കേഷന് പോകുകയാണെങ്കിൽ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് നല്ല ഈ ഫുള്ള് നമുക്ക് ഈ സീലിംഗ് പോലത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ബാഗിന് നല്ല സൈസാണ് ഈ ബാക്ക് പാക്കിനൊക്കെ. പക്ഷേ സ്ലിംഗ് ബാഗ് ആകുമ്പോൾ നല്ല കോമ്പാക്റ്റാണ്, കൊണ്ടുനടക്കാൻ സുഖമാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ക്ലോസപ്പ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മൊബൈൽസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹൈജാക്കിൻ്റെ DSLR സ്ലിംഗ് ബാഗിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മൊബൈൽസിൻ്റെ ബ്രാൻഡിങ് മോഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് ഹൈജാക്കിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്, DSLR സ്ലിംഗ് ബാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് നമുക്ക് എന്താ പറയുക, കാണിച്ചിരുന്ന പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ വാട്ടർ പ്രൂഫ് ടഫ് ഫാബ്രിക്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈറ്റായിട്ടുള്ള www.mobiusindia.com എന്നൊരു സൈറ്റ് അവരുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് പിന്നെ അവരുടെ പടം കൊടുത്തിട്ടുണ്ട്, ഇൻറ്റേർണൽ ലെങ്ത്തും എക്സ്റ്റേണൽ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി. ഇത് ടോട്ടൽ വെയിറ്റ് വരുന്നത് 0.5 kg ആണ് വരുന്നത്. അര കിലോഗ്രാം അര ഗ്രാമാണ് വരുന്നത്, കിലോഗ്രാം അല്ല, 0.5 kg ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു അര കിലോ എന്ന് പറയാം, സോറി തെറ്റിപ്പോയി, അര കിലോ തന്നെയാണ്. പിന്നെ നമുക്ക് MRP ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടു, ഹൈജാക്ക് മാർച്ച് 2022 ബാച്ച്, കളർ ബ്ലാക്ക്, MRP 2595, അതുപോലെ ക്വാണ്ടിറ്റി 1. അപ്പോൾ അവരുടെ ബ്രാൻഡിൻ്റെ അവരുടെ മാനുഫാക്ചറിങ് ഇതിൻ്റെ പേര് വന്ന് 𝙑𝙘𝙧𝙧𝙘 ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നമുക്ക് ബോക്സ് മാറ്റിയിട്ട് ഞാൻ ഒറിജിനൽ ബാഗ് കാണിച്ചു തരാം. നമ്മൾ എന്തായാലും ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങി. നമ്മുടെ ക്യാമറ ബാഗാണല്ലോ, നമ്മുടെ ക്യാമറ ഇട്ട് വയ്ക്കുന്ന ബാഗാണ് സ്ഥിരം. അപ്പോൾ ഇതാണ് ബാഗ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് ലുക്ക് വരുന്ന ഒരു മൊബൈൽസിൻ്റെ ബ്രാൻഡിങ്. അതുപോലെ മുകളിൽ അവരുടെ ലോഗോ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, അതുപോലെ ഈ സൈഡിലായിട്ട് ഒരു സിബ് വരുന്നുണ്ട്, ഈ സൈഡിലായിട്ടും ഒരു സിബ് വരുന്നുണ്ട്. കണ്ടോ, പിന്നെ ബാക്ക് സൈഡിൽ ഒന്നുമില്ല, ബാക്ക് സൈഡിൽ സിബില്ല, ബാക്ക് സൈഡിൽ ഇങ്ങനെ വെറുതെ ഇതുള്ളൂ. പിന്നെ ഹൈ ബാക്കിൻ്റെ അവരുടെ ഈ മോഡൽ നെയിമിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. നല്ല ഒരു പാഡിങ് ആണ് കേട്ടോ, ഭയങ്കര പാഡിങ് ആണ്. ഇങ്ങനെ ഒരു പാഡിങ്ങാണ് വരുന്നത്. ഞാൻ ഇവിടെ നമുക്കൊരു സിബുണ്ട്, ഇവിടെ എക്സ്ട്രാ ബാറ്ററി, നമ്മുടെ എന്താ പറയുക മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ വരുന്നത് നമുക്കത് എക്സ്ട്രാ പാഡിങ് വേണമെങ്കിൽ ഇത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഉള്ളിൽ നമുക്കൊരു എക്സ്ട്രാ ലെയർ ഉണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനത്തെ നമ്മുടെ എക്സ്ട്രാ ലെൻസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ആക്കിയതാണ്, ഇങ്ങനെ ഒരു ഫുൾ കവർ പോലെ ആക്കിയതാണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ എന്താ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു വെച്ചാൽ ടൈറ്റ് ആവുന്നു. അതുകൊണ്ട് നമ്മൾ മിറർലെസ് ആണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നാലും DSLR ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയി കിട്ടാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കായിരിക്കും നല്ലത്. ഇങ്ങനെ വയ്ക്കുമ്പോഴും നല്ല സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ താഴെ നല്ല ഹാർഡാണ് കേട്ടോ, ഭയങ്കര ഹാർഡാണിത്. കണ്ടു, നല്ല ഹാർഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സിബൊക്കെ നല്ല ക്വാളിറ്റിയാണ്, ജപ്പാനീസ് സിബ് അങ്ങനെ എന്താണ് അവർ പറയുന്നത്. നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ലോക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. കണ്ടു, അങ്ങനെ ഒരു സാധനമുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ സ്ലിംഗ് നോർമലി നമുക്ക് ഇവിടെ ഊരാൻ പറ്റുന്ന ടൈപ്പാണ് സൈഡിൽ വരുന്നത്. താഴെയായിട്ട് ഇങ്ങനെ ഒരു പാഡിങ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. കണ്ടു, നമുക്ക് നിലത്ത് വയ്ക്കാനുള്ള ടൈപ്പ്. അപ്പോൾ ഓവറോൾ ഒരു നല്ല ബാഗാണ്. നമുക്ക് 1800 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓവറോൾ നല്ല ബാഗാണ്. മൊബിയസിൻ്റെ നല്ല ക്വാളിറ്റി സാധനമുണ്ട്. ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ബാക്ക് പാക്ക്. അത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 മാസമൊക്കെ ഓൾറെഡായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി കോമ്പാക്റ്റാണ്, കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുനടക്കാൻ ഇതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ബാക്ക് പാക്ക് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ക്യാമറയുടെ എല്ലാ അത്യാവശ്യം ആക്സസറീസൊക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ പിന്നെ സൈസും ഒരു തിക്നെസ്സും കുറവാകണ്ടോ, ഇത്തരത്തിലുള്ള തിക്നെസ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ടുനടക്കാൻ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ വേണമെങ്കിൽ വെക്കും ചെയ്യാം. എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ലെയർ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ സാധനങ്ങൾ വെക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പേഴ്സ് വാങ്ങിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് നമുക്ക് നോർമൽ ഇതായിട്ട് ഉപയോഗിക്കും ചെയ്യാം. എന്ന് വെച്ചാൽ ഭയങ്കര പാഡിങ് എന്നുള്ള കുഴപ്പമുള്ളൂ, വാട്ടർ പ്രൂഫാണ്, അത് മെയിൻ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഒരു ക്യാമറയ്ക്ക് ഒരു സ്ലിംഗ് ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ, ഷോൾഡർ ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സാധനം ഉണ്ട്. നിങ്ങൾ ചീപ്പ് സാധനം വാങ്ങിച്ച് കാശ് കളയാൻ ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ക്യാമറ നമ്മുടെ എക്സ്പെൻസീവ് സാധനമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ബ്രാൻഡഡ് സാധനം തന്നെ വേണം. എന്ന് വെച്ചാൽ അതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ നിലത്ത് വീണാലൊക്കെ എഫക്റ്റ് കിട്ടുക. പിന്നെ വെറുതെ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലൊരു അത്യാവശ്യം വലിയ ഡിഫറൻസ് റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയ്ക്കൊരു അത്യാവശ്യം ഒരു ബ്രാൻഡഡ് സാധനം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് നമ്മുടെ സ്ലിംഗ് ബാഗ് വേറെ മോഡൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആർട്ടിക്സ് ഫോക്സിൻ്റെ. അതൊരു 1000 രൂപ താഴെ വരുന്ന മോഡലാണ്. അതാണെങ്കിലും കുഴപ്പമില്ല, ആർട്ടിക്സ് ഫോക്സും അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാമെന്ന് പോയി നോക്കി നോക്കുക. അതിനായിട്ടും നല്ല ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ മൊബിയസ് ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ആയിട്ടുള്ളൊരു ക്യാമറ ബാഗ് ഉണ്ടാക്കുന്ന അക്സസറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനായിട്ടും ആർട്ടിക്സ് ഫോക്സിനായിട്ടൊക്കെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും എന്താ പറയുക സേഫ്റ്റി കൂടുതലും ഇതിന് തന്നെ ഉണ്ടാകും. ഓൾമോസ്റ്റ് ഡബിൾ റേറ്റ് വരുന്നുണ്ട്, അത് വേറെ കാര്യം.
അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.